success in top class cricket is no longer possible with just talent and ability. ടാലൻറ്റും എബിലിറ്റിയും ഉള്ള ആളുകൾക്ക് അതുകൊണ്ട് മാത്രം ക്രിക്കറ്റിൽ ഒരു വലിയ ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. നമുക്കൊക്കെ കൺമുന്നിൽ 100 കണക്കിന് എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്. ഒരുപാട് ടാലൻറ്റ്, ഒരുപാട് എബിലിറ്റി. ബോൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് പൊന്നിച്ചുറക്കും. അമ്മാതിരി എറിയുന്ന ബോളേഴ്സ്, അമ്മാതിരി ബാറ്റ് ചെയ്യുന്ന ബാറ്റർമാർ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ഇല്ല. എത്ര പേരെ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ടാലൻ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ഗിഫ്റ്റാണത് അല്ലേ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗോഡ് ഗിവൺ ഗിഫ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ, ക്രിക്കറ്റ് കളിക്കാനുള്ള ടാലൻറ്റ്, ഫുട്ബോൾ കളിക്കാനുള്ള ടാലൻറ്റ്, അല്ലെങ്കിൽ ഹോക്കി കളിക്കാനുള്ള ടാലൻറ്റ്, പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവ്, സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവ്, ഇങ്ങനെ പല കഴിവുകളുണ്ട് മനുഷ്യർക്ക്. പഠിക്കാനുള്ള കഴിവ്, പലതും ഉണ്ട് ഇങ്ങനെ. ആ കഴിവെല്ലാം നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ ജീനിൽ നിന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗോഡ് ഗിവൻ ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നതാണ് പലർക്കും. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചേരണം. നല്ല ഡിറ്റർമിനേഷൻ വേണം, നല്ല ഡിസിപ്ലിൻ വേണം, നല്ല ഡെഡിക്കേഷൻ വേണം, ഇങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നല്ല ഒരു പ്ലെയർ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഈ ഒരു സാധനം കൊണ്ട് മാത്രം, ടാലൻറ്റും നല്ല എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. സക്സസ് മസ്റ്റ് ബി ക്രിയേറ്റഡ് ഇൻ ദ മൈൻഡ്. ആദ്യം നിങ്ങളുടെ മൈൻഡിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു വലിയ ക്രിക്കറ്റർ ആവുന്നതും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതും IPL ഒക്കെ കളിക്കുന്നതും ഒക്കെ നിങ്ങൾ ആദ്യം ബിലീവ് ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങണം. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരോ വിശ്വസിക്കുക? നിങ്ങൾ തന്നെ ഇതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ ആ ലെവലിൽ കളിക്കും. അതൊക്കെ പറയുമ്പോൾ ഞാൻ ആ ലെവലിൽ കളിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ രോമാഞ്ചം വരണം. നമുക്കൊരു കോൺഫിഡൻസ് വരണം. യെസ്, ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തും, ആ ലെവലിൽ പെർഫോം ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആദ്യം വരണം. ആ ബിലീഫ് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും, നിങ്ങൾ കൺസീവ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.